കേരളത്തിലെ നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ ദിനംപ്രതി മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ തിരുത്തേണ്ടത്? ഇതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം മലയാളികളുടെ മനസ്സിൽ. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജില്ലയിലെ തന്നെ ആദ്യത്തെ സൈക്കോളജി ക്ലിനിക്കായിട്ടുള്ള വേദ ഹാപ്പിനെസ് സെൻ്ററിലെ ഡയറക്ടർ ആൻഡ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള പ്രിയങ്ക മാഡമാണ്. നമസ്കാരം മാഡം. വളരെ ആപ്റ്റായിട്ടുള്ളൊരു ടൈമിലാണെന്ന് തോന്നുന്നു നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിലവിലെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി, പാരൻറ്റിങ്ങിലുള്ള മിസ്റ്റേക്കാണോ, അതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഇത്തരത്തിൽ ഈ സാഹചര്യത്തിൽ വന്നിട്ടുള്ള കേസുകളെയൊക്കെ മാം ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? ആർക്കാണ് അവിടെ തെറ്റ് പറ്റിയിട്ടുള്ളത്? വളരെ അധികം വിഷമമുള്ള ഒരു സാഹചര്യമാണ്. കാരണം 2025 തുടങ്ങി 2 മാസം തികയ്ക്കുമ്പോഴേക്കും തന്നെ ഏകദേശം 24 വയസ്സിന് താഴെയുള്ള 14 മർഡർ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ആരും തന്നെ കുറ്റപ്പെടുത്താനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എടുത്തു പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ജനറേഷൻ Z എന്ന് പറയുന്ന ഒരു ജനറേഷനാണ് എന്നാണല്ലോ നമ്മൾ ഈ തലമുറയെ നമ്മൾ പറയുന്നുള്ളത്. അപ്പം കഴിഞ്ഞ ജനറേഷൻ ആയിക്കോട്ടെ, ഓരോ ജനറേഷനിലും പല മാറ്റങ്ങളാണ്. ഇന്നിപ്പോൾ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ വളരെയധികം മാറ്റങ്ങളാണ് ലോകത്ത് ഉണ്ടാകാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരും കുറ്റപ്പെടുത്തുന്നതിന് പകരം എങ്ങനെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിലാണ് ഞാൻ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. ഈ ഓരോരോ ജനറേഷൻ മാറുമ്പോഴും ബ്ലെയിം ചെയ്യാൻ വേണ്ടി, കുറ്റപ്പെടുത്താൻ വേണ്ടി പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ നമുക്ക് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകൾ പലർക്കും പറ്റിയിട്ടുണ്ടാകാം, അതിനെങ്ങനെ ശരിയാക്കാം എന്ന് നമുക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഈ തിരക്ക് പിടിച്ച ഈ ഒരു കാലത്ത് ഒരുപാട് മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലുള്ള ഒരു ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നം ശരിക്കും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ മുമ്പിൽ വഴക്ക് കൂടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്ഷൻ ടൈം പൊതുവെ മക്കൾ ഉറങ്ങിയതിന് ശേഷമായിരിക്കാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമായിരിക്കാം, അതും അല്ലെങ്കിൽ വാട്സപ്പിലെ കൂടി ചാറ്റിങ്ങിലേ ആയിരിക്കാം. ഇത് കുട്ടികൾ ഒരിക്കലും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. നേരെ മറിച്ച് വഴക്കുണ്ടാവുന്നതോ പിണക്കം ഉണ്ടാവുന്നതോ ഒക്കെ കുട്ടികൾ നേരിട്ട് കാണുന്നുണ്ട്, പക്ഷെ സ്നേഹിക്കുന്നത് കുട്ടികൾ കാണുന്നില്ല. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥിരമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള വീടുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുട്ടികൾ ഓവർ മെച്യൂർഡ് ആയിരിക്കും. അവരുടെ പ്രായത്തിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി അവർക്ക് കാണും. അതുപോലെ തന്നെ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ആയിരിക്കും, ഇമ്പൾസിവിറ്റി ആയിരിക്കും അവർക്ക്. ഒന്നിനും ഒരു ക്ഷമയില്ല, എല്ലാത്തിനോടും ഒരു ദേഷ്യമായിരിക്കും. ഇമ്പൾസിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഇന്ന് കാണുന്നത്. ഒന്നും പറഞ്ഞോടാ, അവർക്ക് ഒന്നും കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ല എന്നുള്ളൊരു രീതിയിലേക്ക് ആയി മാറിയിരിക്കുകയാണ്. അതിന് കുട്ടികളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം മാതാപിതാക്കളും അതുപോലെ തന്നെയാണ്. തിരക്കാണ് അവർ ചെറുപ്പം തൊട്ടേ കാണുന്നത്. ഈയിടെ കൗൺസിലിങ്ങിന് പോയപ്പോൾ, സ്കൂളിലേക്ക് കൗൺസിലിങ്ങിന് പോയപ്പോൾ ഒരു കുട്ടി വളരെ വിഷമിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: അച്ഛൻ രാത്രി വന്നു കഴിഞ്ഞാൽ TV-യുടെ മുമ്പിലാണ്, അമ്മ രാത്രി 9 മണിയാവും വീട്ടിലെത്താൻ വേണ്ടി, പിന്നെ സമയമുണ്ടാവില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മാത്രമാണ് അമ്മയുമായിട്ട്, ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ടൈമിൽ മാത്രമാണ് അമ്മയുമായിട്ട് സമയം ചിലവാക്കാൻ പറ്റുന്നത്. അപ്പം ഈ കുട്ടിക്ക് അനുഭവിക്കുന്ന ആ ഒരു വിഷമവും കാര്യങ്ങളും ഒന്നും മാതാപിതാക്കൾ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മാതാപിതാക്കളാണ് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തതും. കാരണം ആ കുട്ടി
കൊണ്ടുപോയി മ്യൂസിക് ക്ലാസ്സിന് ചേർത്തു, ഡാൻസ് ക്ലാസ്സിന് ചേർത്തു, കരാട്ടെ ക്ലാസ്സിന് ചേർത്തു, 1 മാസം പോവും, പിന്നെ കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പാരൻസിൻ്റെ കൺസേൺ എന്താ? മാതാപിതാക്കൾ പറയുന്നത് കുട്ടി അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കുട്ടിയുടെ ആ ബേസിക് നീഡ് ഉണ്ടല്ലോ, അത് ഒരിക്കലും ഫുൾഫിൽ ആവാതെടുത്തോളം കാലം ഒരിക്കലും കുട്ടിക്ക് യാതൊരുവിധ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും താല്പര്യമുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം നമ്മുടെ മോഡൽഡ് ബിഹേവിയർ, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. വീട്ടിൽ വന്ന് കയറുമ്പോൾ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കുക, രാവിലെ എണീക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കുക, ആ ഒരു ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അതെ, മാം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം പണ്ടുള്ള സാഹചര്യം പോലെയല്ല, ഈ കൂട്ടുകുടുംബം മാറി അണുകുടുംബമായി മാറി. അച്ഛനും അമ്മയും തിരക്കുള്ള ജോലികളിൽ മുഴുകിയിരിക്കുന്നു. അച്ഛനും അമ്മയും മക്കളെന്ന് പറയുന്നത് മാത്രമാവുന്നു കുടുംബം അവിടെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് അവർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊന്ന് പറയാമോ? ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമല്ല, നേരെ മറിച്ച് കുട്ടികളും അമ്മയുമായി അല്ലെങ്കിൽ കുട്ടികളും പാരൻസുമായി ഉള്ള ആ ഒരു നാച്ചുറൽ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒന്ന് കണ്ണ് നോക്കാൻ വേണ്ടിയിട്ട് ഐ കോണ്ടാക്റ്റ് വളരെ കുറഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പം പലപ്പോഴും നമുക്ക് നമ്മുടെ സൈക്കോ തെറാപ്പിയിൽ EMDR എന്ന് പറയുന്ന ഒരു തെറാപ്പിയൊക്കെ ഉണ്ട്. ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് അവരെ കരകയറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ്. എന്തുകൊണ്ട് EMDR ഇത്രയും എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഈ കണ്ണിൻ്റെ സൈക്കോളജിയാണ്. കാരണം കണ്ണുകൾക്ക് നമുക്ക് വാക്കാൽ പറയുന്ന കാര്യങ്ങളല്ലാതെ പല കാര്യങ്ങളും സെൻസ് ചെയ്യാനും മനസ്സിലാക്കാനും അതും ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐ കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വാളിറ്റി ടൈമിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പലപ്പോഴും ഇന്നത്തെ പാരൻസ് ഞാൻ പെർഫെക്റ്റ് പാരൻ്റ് ആവണം എന്നുള്ളൊരു ധാരണയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ക്വാളിറ്റി ടൈം. അത് വേണ്ട. അതിന് പകരം കാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസും സ്ട്രെസ്ഡ് ഔട്ടാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ വർക്ക് ലോഡാണ് പാരൻസിന്. അത് നമ്മൾ വിചാരിക്കുന്ന അത്ര എഫക്റ്റീവ് അല്ല. അതിനേക്കാളും നല്ലത് പാരൻസ് ചെയ്യേണ്ടത് ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവർ തന്നെ ആദ്യം ഓക്കെ ഞാനെല്ലാം മാറ്റിവെച്ച് ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുവാണ്, റിയാക്ട് ചെയ്യാണ്ട് ഞാൻ ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. നമ്മൾ ആദ്യം ഒന്ന് വീട്ടിൽ വന്ന് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് കുളിച്ച് നമ്മൾ എങ്ങനെയാണോ ദേഹം കുളിക്കുന്നത് അതുപോലെ നമ്മൾ മനസ്സും ഒന്ന് കുളിക്കണം. അതിനുവേണ്ടിയാണ് പഴയ ജനറേഷൻ ആൾക്കാർ ഈ പ്രെയർ എന്ന് പറയുന്ന ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിലീജിയൻ എന്ന് പറയുന്നത് ശരിക്കും മാനസികമായിട്ട് ഒരുപാട് എന്താ പറയേണ്ടത്, നമ്മുടെ മാനസികമായിട്ട് ഒരുപാട് മൈൻഡിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 5 നേരം നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചിട്ടയാണ് ലൈഫിൽ വരുന്നത്. അതുപോലെ നമ്മളൊന്ന് വിളക്കൊക്കെ വെച്ച് ആ ഒരു സ്മെല്ലും അവിടെ ഉണ്ടാവുന്ന അതൊക്കെ നമ്മളെ മൈൻഡിനെ ഒന്ന് ഫ്രഷൻ ചെയ്യും. അപ്പോൾ രാവിലെയും വൈകിട്ടും വിളക്ക് വെക്കുക അല്ലെങ്കിൽ 5 നേരം നിസ്കരിക്കുക, ആ രീതിയിലുള്ള ഒരു ചിട്ടയിൽ പോകുമ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി വീടുകളിൽ വരും. അതുപോലെ തന്നെ ക്ഷമ പഠിക്കും കുട്ടികളും. എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴും കുട്ടികൾ ഒരു ക്ഷമ എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിക്കും. അതൊക്കെ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ അതിങ്ങനെ എന്താ പറയേണ്ടത്, ആ തരത്തിലുള്ള മൂല്യബോധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏത്തിസ്റ്റായ ഒരുപാട് പേര് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. അപ്പം ഏത്തിസ്റ്റുകൾ
അവരുടെ കൺസെപ്റ്റ് കറക്റ്റാണ്, ഒരിക്കലും തെറ്റായ ഒരു കൺസെപ്റ്റ് അല്ല. പക്ഷെ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് രീതിയിൽ. കാരണം ഞാനിപ്പോൾ ഒരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റിയാണ് ഏത്തിസ്റ്റിന് കൊടുക്കുക. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പം ഈ പുറത്തുള്ള ആ ഒരു ചെടി നോക്കൂ, ഒരു 10 ഷെയ്ഡ് ഓഫ് ഗ്രീൻ എങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു 10 ഷെയ്ഡ് ഓഫ് ഗ്രീൻ കാണാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. 10 ഏതാ ഞാൻ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10 ഏതയുടെ 10 ഷെയ്ഡ് കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ റിലീജിയസ് വേയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഭയഭക്തി ബഹുമാനം കുറേ കാര്യങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു ശിവൻ്റെ രൂപം മനസ്സിൽ ആലോചിക്കൂ എന്ന് പറയുമ്പോൾ മനോഹരമായ ഒരു ശിവൻ്റെ രൂപം ഭക്തി കൊണ്ട് അവർക്ക് ആലോചിക്കാൻ സാധിക്കുന്നു. അപ്പോൾ മൈൻഡ് അവിടെ സ്കില്ലാവുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആവുക എന്നുള്ളത്. വീട്ടിൽ പാരൻസ് തിരിച്ച് കയറി വരുമ്പോൾ തിരക്കുള്ള ലൈഫാണ്. ഒരിക്കലും ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർ തിരക്കുള്ള ലൈഫാണ്. ഇപ്പം ഞാൻ അടക്കം വീട്ടിലേക്ക് കയറി പോകുമ്പം ഒരുപാട് തിരക്ക് പിടിച്ച് വീട്ടിലെത്തുമ്പം നമ്മളൊന്ന് എന്ന് പറഞ്ഞ് ഒന്ന് റിലാക്സായി നമ്മളെങ്ങനെയാണോ ദേഹം കുളിക്കുന്നത് അതുപോലെ മനസ്സൊന്ന് കുളിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ടൈം ഒരു നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും. നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് ഈ ഒരു ബിസി ഷെഡ്യൂൾ നമ്മളതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇറ്റ് ബിക്കംസ് എ നാച്ചുറൽ ആയിട്ടുള്ളൊരു മെഷീൻ മാതിരി ഇങ്ങനെ പോവാണ് ലൈഫ്. അപ്പോൾ ഈ രാത്രിയാവുന്നു രാവിലെ ആവുന്നു എന്നുള്ളതിന് പകരം ഒന്ന് റിലാക്സായി നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം, ചിലപ്പോൾ ഒരു കോഫി കുടിക്കാനായിരിക്കും, ചിലപ്പോൾ ഒന്നുമില്ല ഒരു 5 മിനിറ്റ് ഷവറിൻ്റെ അടിയിൽ നിന്ന് കുളിക്കാനായിരിക്കും, മനസ്സ് ഫുള്ള് ഫ്രീ ആക്കിയിട്ട്. അതും അല്ലെങ്കിൽ ഒരു പാട്ട് വെക്കാനായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആവും. അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട നാച്ചുറൽ ക്വാളിറ്റി ടൈമാണ്. നാച്ചുറൽ ക്വാളിറ്റി ടൈം എന്ന് ഉദ്ദേശിക്കുമ്പോൾ കുട്ടികളുടെ ഹോംവർക്ക് അല്ലെങ്കിൽ സ്കൂൾ വിശേഷങ്ങൾ ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിന് പകരം കുട്ടി മോനെ ഈ പ്ലേറ്റ് എടുത്ത് വെക്കുമോ അവിടെ എന്ന് പറഞ്ഞ് വെക്കുന്നതിൻ്റെ ഇടയിലേ കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർ നാച്ചുറലി സംസാരിച്ച് തുടങ്ങും. ദാറ്റ് ബിക്കംസ് എ നാച്ചുറൽ പ്രോസസ് റാദർ ദാൻ ക്രിയേറ്റിംഗ് എ ക്വാളിറ്റി ടൈം. അപ്പം ഓട്ടോമാറ്റിക്കലി ദേ വിൽ സ്റ്റാർട്ട് കൺവേഴ്സിങ് വിത്ത് us. അപ്പോൾ നമ്മൾ തിരിച്ചും കോൺവേഴ്സ് ചെയ്യും. ആ കോൺവേഴ്സ് ചെയ്യാനുള്ള ചെവിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ ബിസി ആകുമ്പോൾ നമ്മളെ മൈൻഡ് ഫുള്ളാണ്. കുട്ടികൾ എന്തെങ്കിലും പറയുന്നുണ്ടാവും, നമ്മൾ ശരി ഓക്കെ. പക്ഷെ കുട്ടികൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് നമ്മൾ കൊടുക്കുക. അതാണ് ക്വാളിറ്റി ടൈം. മാം, ഈ ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കുട്ടികൾ ഫോൺ എടുക്കുന്നു, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ എൻഗേജ്ഡ് ആവുന്നുണ്ട് കുറച്ച് സമയം. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഈ സോഷ്യൽ മീഡിയാസ്, വയലൻറ്റ് മൂവീസൊക്കെ ഏത് തരത്തിലാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന്. മൊബൈലോ അല്ലെങ്കിൽ TV ആയിക്കോട്ടെ, നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും കുട്ടികളിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുമില്ല, സജസ്റ്റ് ചെയ്യുന്നുമില്ല. ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഫോണും TVയും ഒക്കെ. പക്ഷെ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അതിനും ഒരു കാര്യമുണ്ട്. ഈ ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ TV എന്ന് പറയുന്നത് ഒരു പഞ്ചേന്ദ്രിയങ്ങൾ, ഒരു എല്ലാ സെൻസ് ഓർഗൻസിനെയും ശരിക്കും ഉണർത്തുന്ന ഒരു കാര്യമാണ്. നല്ല വിഷ്വൽ ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നുള്ളത്. അതുപോലെ തന്നെ സൗണ്ട് ആയിക്കോട്ടെ, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ടാണ്. നമ്മൾ ടച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെൻസ് മൊത്തം, നമ്മളൊരു ഫുഡിൻ്റെ ഒരു ബർഗറിൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നമ്മുടെ വായിന് എന്ന് വരില്ലേ. അപ്പോൾ അതുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. മുതിർന്ന ആൾക്കാർ ഇന്ന് ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് ക്ലയൻസ് ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞ് വരുന്നത് മുതിർന്ന ആൾക്കാരാണ്. ഒരു 50 വയസ്സിന് മേലെ ഉള്ള ആൾക്കാരാണ് കൂടുതലായും അഡിക്ഷനായിട്ട് വരുന്നുള്ളത്. കുട്ടികളും അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം നമ്മൾ കൂടെ ഇരുന്ന് നമ്മൾ വീഡിയോ കാണുക എന്നുള്ളതാണ്. ഒരിത്തിരി സമയം, ഒരുപാട് സമയമല്ല, നമ്മളൊരു റെസ്ട്രിക്റ്റ് ചെയ്യുക, ഒരു റുട്ടീനും ടൈമും ഒക്കെ ഉണ്ടാവണം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികളുടെ കൺട്രോൾ പോയിൻ്റ് പാരൻസിൻ്റെ കയ്യിലായിരിക്കണം. ആ കൺട്രോൾ പോയിൻ്റ് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം അതാണ് ഫാമിലി ഡൈനാമിക് എന്ന് പറയുന്നത്.
ഒരു ഏജ് വരെ പാരൻസിൻ്റെ വെരി ഫ്രണ്ട്ലി ആയിരിക്കണം പാരൻസ്. അതേ സമയത്ത് ആ ഒരു കൺട്രോൾ യൂണിറ്റ് പാരൻസിൻ്റെ കയ്യിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. അപ്പോൾ പാരൻസ് ഒരു റുട്ടീനൊക്കെ കുട്ടികളോടൊപ്പം ചേർന്ന് ഒരു റുട്ടീനൊക്കെ കൺസ്ട്രക്ട് ചെയ്ത്, അത് ഇങ്ങനെ എഴുതി ഒട്ടിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ കുട്ടികൾക്ക് അറിയണം ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെയാണ്. അതിനൊപ്പം അവർക്ക് ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിത്തീരും. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ പറയും അയ്യോ ടി വി ഒരിക്കലും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നമ്മളെ തിരക്ക് കാരണം നോക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യും. നമ്മുടെ ആ ഒരു സിസ്റ്റം ബ്രേക്ക് ചെയ്യപ്പെടുക ചെയ്യുന്നുള്ളത്. ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു റൂള് സെറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ റൂൾ എന്ന് പറയുമ്പോഴും സ്നേഹവും നമ്മുടെ ഒരു മോഡൽഡ് ബിഹേവിയറാണ് അവിടെ കൂടുതൽ കാണേണ്ടത്. റൂൾ എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റായിട്ട് ഇന്ന രീതിയിൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. നമ്മളെങ്ങനെയാണ് അതുപോലെ ആയിരിക്കും കുട്ടികളാവുക. നമ്മൾക്കൊരു റൂൾ സെറ്റ് ചെയ്യാം. ഫോണ് ബെഡ്റൂമിലേക്ക് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫോണ് അമിതമായി ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതൊക്കെ കുട്ടികൾ കാണട്ടെ. അതുപോലെ തന്നെ കുട്ടികൾ ടി വിയോ മൊബൈലോ കാണുമ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് ആദ്യം തന്നെ എന്താ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം കൂടെ ഇരുന്ന് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത്, കാരണം പ്രാങ്ക് വീഡിയോസൊക്കെയാണ് ഇന്നത്തെ കുട്ടികൾ കൂടുതലും കാണുന്നത്. ആ പ്രാങ്ക് വീഡിയോസ് കാണുമ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഇതിൽ നിന്ന് ഒളിച്ചോടി ജീവിക്കാൻ പറ്റില്ലല്ലോ. പുറമെ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഫോൺ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും നല്ലതും ചീത്തയുമായ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് ഒളിച്ചോടുക എന്ന് അല്ല നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ആ ഒരു അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു കഴിവ് ഡെവലപ്പായി വന്നുപോളും. ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ രക്ഷിതാക്കൾക്ക് പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള വയലൻ്റ് ബിഹേവിയറുള്ള പല മൂവീസും ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലും വീടുകളിലും നമ്മൾ കാണുന്നു. ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു അൺകോൺഷ്യസ് ലെവലിൽ അതിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികളിത് ഡീസെൻസിറ്റൈസ് ആയി പോവുകയാണ് ചെയ്യുന്നുള്ളത്. ഇതൊക്കെ നോർമലാണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് അവരുടെ ചിന്ത ഡെവലപ്പ് ആവുന്നുള്ളത്. അപ്പോൾ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡീസെൻസിറ്റൈസ് ആയി പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനെയും നമ്മൾക്ക് ഇത്തരത്തിലുള്ള വയലൻ്റ് ആക്ഷനൊക്കെ സാധാരണയാണ് എന്നുള്ളൊരു തോന്നലുകൾ അറിയാതെ, അവർ പോലും അറിയാതെ അവരുടെ ഒരു അൺകോൺഷ്യസ് ലെവലിൽ അത് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയർ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. വേറൊരു വിഷയം, ഇന്ന് രക്ഷിതാക്കൾക്ക് വളരെയധികം ആശങ്കയുള്ള ഒരു കാര്യം ഡ്രഗ്സ് ഉപയോഗത്തിനെ കുറിച്ചാണ്. എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളിലാണ്. അപ്പം ഇതിനും എനിക്ക് പറയാനുള്ളത് അതേ കാര്യമാണ്, മൂല്യബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ ഒരു ഓപ്പൺ സ്പേസ്, കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പൺ സ്പേസ് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകാൻ സാധ്യത തീരെ കുറവാണ്. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത്. കാരണം ഈസിലി അവൈലബിൾ ആണ് ഡ്രഗ്സ്. പക്ഷേ അതിനെ നമുക്ക് നിർത്തലാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ഒരുപാട് ഓർഗനൈസേഷനും ഒരുപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, എന്തെങ്കിലും ഒരു ഡ്രഗ്സിൻ്റെ ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പല വാട്സപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോൺ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അനോണിമസ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. അതിന് പുറമെയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ആ ഒരു ഓപ്പൺ സ്പേസ് കൊടുക്കുക എന്നുള്ളത്. കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പൺ സ്പേസ് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളോട് എല്ലാ ദിവസവും തന്നെ സ്കൂളിലത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയി നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു സ്വഭാവ മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അല്ലാതെ ഒരിക്കലും
ഇത്രയും ഒരാഴ്ചയിൽ കൂടുതലൊന്നും തീർച്ചയായിട്ടും കുട്ടികളുടെ സ്വഭാവ മാറ്റം നമുക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോവില്ല, നമ്മൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ. അപ്പോൾ രക്ഷിതാക്കൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്, ഭയത്തോടു കൂടിയല്ല, പക്ഷെ നാച്ചുറലായിട്ട് സ്നേഹത്തോടു കൂടി മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ റൂമിന് പുറമേ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ റൂം അടച്ച് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ക്യാഷ് അമിതമായി കൊടുക്കാതിരിക്കുക, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമ്മുടെ ജീവിത ശൈലിയിലാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുമ്പം 4ഉം 5ഉം കേക്കും ഒരുമാതിരി സെലിബ്രേഷനും ഒക്കെ നമ്മൾ ചുരുക്കി സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുമല്ല, നിങ്ങൾക്ക് ഈ ഒരു സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കേക്കിൽ ഒതുക്കുക. അത്തരത്തിലുള്ള രീതിയിലൊക്കെ നമ്മുടെ ഫാമിലി ഡൈനാമിക്സിൽ തന്നെ മാറ്റം വരുത്തുമ്പോൾ കുട്ടികൾ ആ മൂല്യബോധമാണ് അവർ വളർത്തിയെടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതെ, മാം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളെയാണെങ്കിലും ആരെയാണെങ്കിലും പേടിയോടുകൂടെ സമീപിക്കാതെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു കൺസേൺ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പാരൻസ് ആയിട്ടുള്ള പ്രേക്ഷകരുണ്ട്, അവരോട് മാമിന് പറയാനുള്ളത് എന്താണ്? ആകെ കൂടി എനിക്ക് പറയാനുള്ളത് ഇമോഷണൽ പ്രസൻസ്, അത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളത് കുട്ടികൾ അറിയട്ടെ. ശരീരം മാത്രം ഒരു ടോം ആൻഡ് ജെറി കളിക്കുന്ന മാതിരി അടുക്കളയിൽ പോകുന്നു, പാത്രം എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓടുന്നതാണ് കുട്ടികൾ കാണുന്നുള്ളത്. അതിന് പകരം ഒന്ന് പോസ് ചെയ്ത് ആ ഒരു ഇമോഷണൽ പ്രസൻസ് കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഇമ്പമുള്ള കുടുംബമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കുടുംബമായി മാറാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക. ബാക്കിയൊക്കെ പോസിറ്റീവായി വെക്കുക. നല്ലത് മാത്രമേ നമുക്ക് വന്നു ചേരൂ എന്നുള്ളൊരു പോസിറ്റീവ് ബിലീഫോടുകൂടി എല്ലാ ദിവസവും രാവിലെ എണീക്കുക, രാത്രി കിടക്കുമ്പോഴും പോസിറ്റീവായി കിടക്കുക. നമ്മളെ മക്കളെ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു വിഷയം കൊണ്ട് നമ്മുടെ മക്കളെ സംശയിക്കാതിരിക്കുക. കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എല്ലാ പാരൻസിൻ്റെയും കണ്ണുകൾ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് ആയിപ്പോകുന്നുണ്ട്. വിശ്വാസം അതാണ് എല്ലാം. അപ്പം കുട്ടികളെ വിശ്വസിച്ച് അവരോടൊപ്പം ചേർന്ന് നമ്മൾ നല്ലൊരു മോഡൽഡ് പാരൻറ്റിങ് ബിഹേവിയർ ആവുക, മൈൻഡ്ഫുൾ ആവുക, ഇമോഷണലി നമ്മളവിടെ അവൈലബിൾ ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. വളരെ നന്ദി മാഡം. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ പാരൻസ് ആണെങ്കിലും ഒരു വീട്ടിൽ കുട്ടിയുള്ള ആളുകളാണെങ്കിലും വളരെ പേടിയോടുകൂടി നമ്മുടെ കുട്ടികളെ കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ഈസി ആയിട്ട് ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ അവർക്ക് വേണ്ട ഒരു മറുപടിയാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പം കുട്ടികളൊക്കെയുള്ള വീട്ടിലുള്ള പാരൻസൊക്കെ ഇത് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ അവരെ സമീപിക്കേണ്ട രീതി എന്ന് പറയുന്നത് പേടിയോ ആശങ്കയോ അല്ല എന്നുള്ളതാണ് മാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ചെറിയൊരു കൺസേൺ നമ്മൾ അവർക്ക് കൊടുക്കുക, മൈൻഡ്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂടിയ പ്രിയങ്ക മാമിന് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്.